വലിയ പൂജകളോ കളങ്ങളോ ഒക്കെ വെച്ചിട്ട് ഗന്ധർവനെ ആവാഹിക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും, എത്ര ഗന്ധർവബാധകൾ ഒഴിഞ്ഞു? താൻ ഉപാസിക്കുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് തലമുറയുണ്ടോ, പുരുഷ തലമുറയുണ്ടോ? എന്തുകൊണ്ട് വായിൽ കിടക്കുന്ന ഈ 2.5 ഇഞ്ച് നീളമുള്ള നാക്ക? വാങ്ങാനും കൊടുക്കാനുമാണ് ഓരോ ജന്മങ്ങൾ. ഒപ്പം നല്ല ഭംഗിയായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊള്ളുക, ഹാപ്പിയായിട്ട് അനുഭവിക്കുക. ഈ 3 കണ്ടീഷൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലിപ്പം മൂന്നാമത് പറഞ്ഞത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല. ഒന്നാമത് ഇന്നത്തെ കാലത്ത് ഉഗ്രതാപസന്മാർ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ശ്രീയൻജി, കഥ പറയുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്. അപ്പോൾ കഥയിലേക്ക് നമുക്ക് വരാം. സോ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പൂർവ്വജന്മത്തിലുണ്ടാകുന്ന കടബാധ്യതകളാണ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഈ ബാധാദോഷമായി അനുഭവിക്കേണ്ടി വരുന്നുള്ള ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെയല്ലേ നല്ലൊരു ദൈവജ്ഞൻ്റെയും ജ്യോതിഷൻ്റെയും വലിയൊരു കോൺട്രിബ്യൂഷൻസ് വരേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ഒരു ജാതകം വിശകലനം ചെയ്യുന്ന സമയങ്ങളിൽ, ഒരു പെൺകുട്ടിയുടെ ജാതകം ഒരു പാരൻസ് കൊണ്ട് നോക്കാൻ വരുന്ന സമയങ്ങളിൽ അത് വരണമെങ്കിൽ അവർക്ക് യോഗം വേണം. നമ്പർ 1. യോഗമുണ്ടെങ്കിലും നല്ലൊരു ദൈവജ്ഞനെ കാണേണ്ട ഒരു ഭാഗ്യവും യോഗം ഉണ്ടാവണം. തീർച്ചയായിട്ടും. നമ്പർ 2, അതിനു പുറമെ ഇത് രണ്ടും കഴിഞ്ഞ് വന്നു എന്ന് വെച്ചോളൂ. ഈ ദൈവജ്ഞൻ ജാതക വിശകലനം ചെയ്യുമ്പോൾ മനസ്സിന്റെ കാരകനാണല്ലോ ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രബലക്കുറവുണ്ടാവുന്നു. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മനബലം ഇല്ല. സ്വാഭാവികമായിട്ടും പല ദോഷങ്ങളും നമ്മളെ വന്ന് കയറാം. തീർച്ചയായും. അപ്പോൾ ഈ ഒരു ദൈവജ്ഞൻ നോക്കിയിട്ട് പറയുകയാണ്, ഈ പറയുന്ന 2 കാരകത്വമുള്ള ഗ്രഹങ്ങളും ഇൻഡിക്കേഷൻ തരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജാതകത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബാധാദോഷം വരാനുള്ള ചാൻസസ് ആർ വെരി ഹയർ എന്ന് ഓപ്പണായിട്ട് പറഞ്ഞാൽ കൺസീവ് ചെയ്യുന്ന പാരൻസ്, പോസിറ്റീവായിട്ട് എടുക്കുന്ന പാരൻസ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 100% ഇത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ജ്യോതിഷ ശാസ്ത്രത്തിനും അപ്പുറം ഈ ദൈവജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വന്നതിന് ശേഷം ഒരു ചാർത്തും വന്നതിന് ശേഷം ഇതാണ് എൻ്റെ പേയ്മെൻറ്റും എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് പ്രിക്കോഷൻസ് എടുത്ത് പോകാനുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ. ഇനിയും അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യത്തെ വളരെ വിശേഷമായിട്ട് എടുത്ത് പറയണം. അതായത് ഉപാസനകൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഉത്തമനായ ഗുരുക്കന്മാർ പറയും, എന്തിനാണ് ഉപാസന സ്വീകരിക്കുന്നത്? രണ്ടാമത്, താൻ ഉപാസിക്കുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് തലമുറയുണ്ടോ, പുരുഷ തലമുറയുണ്ടോ? എന്തുകൊണ്ട്? ഇങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പം അവിടെ നിർദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ജന്മാന്തര കർമ്മഭാരങ്ങൾ തീർക്കാനും വാങ്ങാനും കൊടുക്കാനുമാണ് ഓരോ ജന്മങ്ങൾ. ഒപ്പം തിരിച്ചറിവുകളിലൂടെ പൂർണ്ണ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇത് രണ്ടും വളരെ കണ്ടീഷണലി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് തീരാൻ എന്തൊക്കെ വേണമെന്നൊരു ചോദ്യമുണ്ട്. അപ്പം അതിന് പറയുന്ന 3 മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം, നല്ല ഭംഗിയായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊള്ളുക, ഹാപ്പിയായിട്ട് അനുഭവിക്കുക. അതെ. രണ്ടാമത്തെ മാർഗം, ശ്രേഷ്ഠ സ്ഥാനങ്ങളായ ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ, ഉപാസനകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ സന്ദർശനം നടത്തി പോവുക. അങ്ങനെ താപങ്ങളെ കുറയ്ക്കാം. അതിനോടൊപ്പം തന്നെയാണ് ദാനകർമ്മങ്ങളും പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത്, വളരെ മികച്ച ഉഗ്രതാപസികളായിരിക്കുന്ന ശ്രേഷ്ഠ വര്യന്മാരിൽ നിന്നും അനുഗ്രഹം സിദ്ധിക്കാം. ശരി. ഈ 3 കണ്ടീഷൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലിപ്പം മൂന്നാമത് പറഞ്ഞത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല. ഒന്നാമത് ഇന്നത്തെ കാലത്ത് ഉഗ്രതാപസന്മാർ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. രണ്ടാമത്, അവർ ഒറിജിനൽ ആണെങ്കിൽ അവർക്കറിയാം ഇത് തീർക്കേണ്ടതാണോ അല്ലയോ എന്ന്. ശരിയാണ്. രണ്ടാമത് നടുക്ക് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഉപാസന, ഈശ്വരാരാധന, ക്ഷേത്ര ദർശനങ്ങൾ, ദേവാലയാചരണങ്ങൾ, ദാനകർമ്മങ്ങൾ, ഇവയെല്ലാം. അപ്പം ഇതൊക്കെ അതിനെ ലഘൂകരിക്കും എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞതോ അനുഭവിക്കുക. ഈ 3 എണ്ണത്തിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, എന്തായാലും അനുഭവിക്കണം എന്നുള്ളത്. അപ്പം പിന്നെ എന്തിനാണ് ഈ പറയുന്ന പരിഹാരങ്ങളോ പ്രായശ്ചിത്തങ്ങളോ? അല്ലെങ്കിൽ പരിഹാരവും പ്രായശ്ചിത്തവും തമ്മിൽ 2 വ്യത്യസ്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4ൽ 3 ഭാഗവും പരിഹരിക്കും, ഒരു ഭാഗം കടന്നു പോയേ മതിയാകൂ എന്നുള്ളത് വിധിയാണ്. അതായത് ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി, ഭർത്താവ് നഷ്ടപ്പെടും എന്നുറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ ഭർതൃഗുണം അനുഭവിക്കാനേ പാടില്ല എന്ന അതിശക്തമായ കർമ്മഭാരം കൊണ്ട് വന്ന ഒരാൾക്ക് പറയുന്നത് തലയിലേറണമെന്നില്ല. ശരി. 2, അവരത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടതായിരിക്കും.
അത്രമാത്രം കാഠിന്യങ്ങളുണ്ട്. ഇതിൽ നിന്നും എന്ത് സൊല്യൂഷൻ? ഫസ്റ്റ് സൊല്യൂഷൻ അവരുടെ ബ്രെയിൻ അല്ലെ അവരുടെ ഈഗോ പണിയെടുക്കണം. പൊരുത്തത്തിന് പറയുന്ന മനപ്പൊരുത്തം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൗതുകകരമായിട്ടൊരു ചോദ്യം ചോദിക്കും. അതായത് വരാഹ മിഹിരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്ക് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നിയമങ്ങൾ തന്നിട്ടുണ്ട് പൊരുത്തത്തിന്. എന്നാൽ അതിനകത്ത് ഒരു പൊരുത്തം മാത്രം ലാസ്റ്റിൽ പറയുകയാണ്, ഇവയെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും പ്രാധാന്യം മനപ്പൊരുത്താണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഈ മനപ്പൊരുത്തം വിവാഹം കഴിക്കുന്നവർ തമ്മിലല്ലേ ഉണ്ടാവേണ്ടത്? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇന്ന് തമ്മിൽ കണ്ടാൽ പറ്റുമോ? ഇല്ല. അത് ജ്യോതിഷിയുടെ ജോലിയാണ്. അതായത് മനം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ 5ാം ഭാവം എന്ന് നിർദ്ദേശിക്കുകയാണല്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പൊരു മനസ്സുണ്ട്. അതായത് 3ാം ഭാവത്തിൽ ധൈര്യം വീര്യം ചതുർബുദ്ധി ധീ, അവിടെ ഒരു ധീയുണ്ട്. ആ ധീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബുദ്ധിയോട് ചേർന്നൊപ്പം വരുന്ന ധീയാണ്. ദുർബുദ്ധി ഇരിക്കുന്നത് 3ാം ഭാവത്തിലാണ് എങ്കിൽ ആ ധീയിൽ തെളിഞ്ഞ ബുദ്ധി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനോട് തൊട്ടു മുമ്പുള്ള ദുർ എന്ന് പറയുന്നതിനെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒരാൾക്ക് ഈഗോ കുറഞ്ഞിരിക്കും, ഈഗോ ഉണ്ടാവില്ല. അപ്പം ഭാര്യ അവിടെ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് തിരിച്ച് അതേ നാണയത്തിൽ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ദുർബുദ്ധി ആക്റ്റീവാ. അതെ. അപ്പോൾ ഏതൊരു കുടുംബജീവിതവും തകരുന്നതിന് 99.99 വായിൽ കിടക്കുന്ന ഈ 2.5 ഇഞ്ച് നീളമുള്ള നാക്ക ഈ ലോകത്തെ എല്ലാ പ്രശ്നത്തിനെയും കാരണം. അപ്പോൾ ഈ നാക്ക് പണിയെടുക്കുന്നത് കോൺഷ്യസിൻ്റെ ഈഗോയിൽ നിന്നാണ്. അപ്പം 3ാം ഭാവം മനസ്ഥാനം വിവാഹത്തിൽ വളരെ പ്രാധാന്യം. അങ്ങനെയെങ്കിൽ 2 പേര് തമ്മിൽ മര്യാദയ്ക്ക് ജീവിക്കുമോ എന്ന് നോക്കണമെങ്കിൽ 3ാം ഭാവത്തെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവ. അപ്പം മനപ്പൊരുത്തത്തിനെ നോക്കണമെന്ന് ആചാര്യം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതെ. പക്ഷേ നമ്മൾ സ്വീകരിച്ച അർത്ഥം മാറിപ്പോയി. ഈ 5ാം ഭാവം പ്രമാണാടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജന്മങ്ങളുടെയും അറിവുകളും ഓർമ്മകളും അതിനകത്തുണ്ടാവും. അതാണ് അവൻ്റെ വാസന. ഈ വാസനയെ നിയന്ത്രിക്കാനും നിലനിർത്താനും മാറ്റാനും കഴിവുള്ള ഭാവമാണ് 3ാം ഭാവം. അത് നമ്മൾ ആവർത്തിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കണം. ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഇതേ പാടുള്ളൂ. ഇത് കൊടുത്താൽ മാത്രമാണ് ആ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ വളരെ വ്യക്തമാണ്. അപ്പം മനപ്പൊരുത്തം എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് വരുന്നത് ആ ഒരു വിധാനത്തിലാണ്. അപ്പം പൊരുത്തം നോക്കുന്ന വിധത്തിൽ പോകുമ്പം ഈ ഒരു പ്രശ്നത്തെ ആരും പരിഗണിക്കാതെ പോകുന്നു. അതിനുശേഷം ഗന്ധർവബാധയിലേക്ക് പോകും. ഇതവിടെ ഉണ്ട് എങ്കിൽ ഇതിനുള്ള ഉപാധി എന്താണ്? ദാനം ചെയ്താൽ മതിയോ? എങ്കിൽ എന്ത് ദാനം? ശരി, അന്നദാനത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെങ്കിൽ അത് ശരിക്കും വിശപ്പ് ഇല്ലാത്ത ഒരാൾക്ക് അന്നം കൊടുത്തിട്ട് ഒരു കഥയില്ല. അതിന് എത്ര കോടീശ്വരനായാലും അവൻ വിശന്ന് ഒരു വാകയ്ക്ക് അരിമണി പോലും മേടിക്കാനോ കിട്ടാനോ അവസ്ഥയില്ലാത്തവന് കൊടുക്കുന്നത് ദാനം തന്നെയാണ്. അവനത് അർഹനാണ്. ആ പ്രകൃതിയിൽ ആ അവസ്ഥ അവന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി വേണം അർഹതപ്പെട്ടിടത്ത് ദാനം ചെയ്യുമ്പോഴാണ് ഗന്ധർവബാധയായാലും മറ്റെന്തെങ്കിലും ബാധയായാലും നമുക്ക് ബാധിക്കാം. ഇനിയും അടുത്ത പ്രാധാന്യം ചിന്തിക്കുമ്പോൾ ഈ ഗന്ധർവബാധ ശരീരത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ബാധിച്ചിരിക്കുന്ന എല്ലാവരുടെയും അനുഭവം ഒന്ന് പരിശോധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയം നഷ്ടപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ പ്രണയമേ ഇല്ല എന്ന് ചോദിച്ചു, അവരെല്ലാം പ്രണയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ഈ ബാധകളെല്ലാം സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ പ്രിയതമൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അദ്ദേഹമാണ്, അത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾ എന്നോടൊപ്പം ജീവിച്ചിരുന്ന ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് ഭർത്താവ് അല്ലെങ്കിൽ തന്നോടൊപ്പം അനുഭവിക്കേണ്ട ഒരവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്നതോ അതേ ബാധിക്കുകയോ ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് മനോനിലയും കൂടെ തെറ്റിയ ഗന്ധർവബാധയാണ് ആദ്യത്തേത്. അത് മാനസികമായിട്ടുണ്ടായിരിക്കുന്ന മറ്റൊരു ലോകമാണ്. അവരവിടെ അവരുടെ ഭാവനകൾ എന്നുള്ളതിനപ്പുറത്ത് എവിടെയോ ഉണ്ടായിരിക്കുന്ന ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ പഴയ കാലഘട്ടത്തിലെ ചില ഓർമ്മകൾ, അല്ലെങ്കിൽ മറ്റ് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ള പോലെ ഒരു സോൾ അറ്റാച്ച്മെൻറ്റ്, ഇതിൽ നിന്നുമൊക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇതിനകത്ത് യഥാർത്ഥ ഗന്ധർവബാധ ഏത് എന്ന് നോക്കണം. ഇനി ചില അഭിനയ ഗന്ധർവബാധകൾ കൂടി ഉണ്ട്. അങ്ങനെ അഭിനയിക്കുന്നവരുടെ ബാധ ഒരിക്കലും തീർക്കാൻ പറ്റില്ല.
അതേസമയം ഇത് അഭിനയിക്കുകയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ജ്യോതിഷിക്ക് കഴിഞ്ഞാലേ ആ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പം അടിസ്ഥാനപരമായിട്ട് പറയുമ്പം മാനസികമായ വിഷയങ്ങൾ ഇവിടെ വളരെ സ്ട്രോങ് ആണ്. സൈക്കോസൊമാറ്റിക് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ഇതിനെ ആ തലത്തിലും ദാനവിധാനങ്ങളിലൂടെയും, ദാനവിധാനത്തിനേ സൊല്യൂഷനുള്ളൂ. അപ്പോൾ എന്ത് ദാനം, വലിയ പൂജകളോ കളങ്ങളോ ഒക്കെ വെച്ചിട്ട് ഗന്ധർവനെ ആവാഹിക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും, എത്ര ഗന്ധർവബാധകൾ ഒഴിഞ്ഞു? വീണ്ടും അവരതിന് അനുകൂലമായ ഒരു പക്ഷെങ്കിൽ ആ മാനസിക പ്രശ്നങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാവാം. ഔഷധം സ്വീകരിക്കേണ്ടതാണെങ്കിൽ ഔഷധം സ്വീകരിക്കാതെ ആ രോഗം മാറുമോ? അതെ, മാറേണ്ട വിധത്തിൽ വൈദിക വിധത്തിലുള്ള ഔഷധങ്ങളെയും ഈശ്വരീയ വിധത്തിലുള്ള ദാനധർമ്മങ്ങളെയും അനുഷ്ഠിച്ചാലേ ഗന്ധർവബാധയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ എത്ര മെനക്കെട്ടാലും മാറിയാലും പറ്റില്ല. ഒരു ജ്യോതിഷിയുടെ സഹായം ഇതിൽ ഒറിജിനൽ ഗന്ധർവനാണോ? ഒറിജിനൽ ഗന്ധർവന് ഇങ്ങനൊരു ഡ്യൂട്ടി ഇല്ല. കർമ്മഭാരമാണ്. അത് ഒരു വിശ്വാസാധിഷ്ഠിതമായി വന്നപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠാ വിധാനത്തിലേക്കെത്തി, അതിൻ്റേതായ കർമ്മങ്ങളിലേക്കെത്തി. അപ്പുറത്ത് യക്ഷി സമ്പ്രദായം വന്നു, ഗന്ധർവൻ തന്നെ പല വിധത്തിൽ വന്നു. സമൂഹത്തിൽ പറയാൻ കൊള്ളാവുന്ന ഗന്ധർവനും ഉണ്ട്, കൊള്ളാത്ത ഗന്ധർവനുമായി. എല്ലാത്തിനും വെർഷൻസ് വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് എവിടെയാണ് തെറ്റുകൾ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന ഗ്രന്ഥങ്ങളിലെ ചില വിഷയങ്ങളോ അല്ലെ പ്രമാണങ്ങളോ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വെർഷനായിട്ട് മാറുന്നു. എനിക്ക് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മളുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ. അതിനകത്ത് പറയുന്നത് ആ കർത്താവ്, അതായത് പ്രമാണം ആചാര്യന്മാരിൽ നിന്ന് തന്നെ, അപ്പോൾ പരാശരനായാലും വരാഹമിഹിരനായാലും ആ വിധാനത്തിൽ അവിടുന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് തർജ്ജിമ ചെയ്ത് വന്നപ്പോൾ അവനവൻ്റെ ആ ഉള്ളിലുള്ള അറിവുകളിലേക്ക് അതിനും വീണ്ടും പദാനുപത അർത്ഥങ്ങൾ, വളരെ വിശാലമായ അർത്ഥങ്ങൾ, വിശാലതയോടുകൂടി നിൽക്കുന്നത്. ഒരു വാക്കല്ല, ഒരക്ഷരത്തെ തുടങ്ങുകയാണ് സംസ്കൃതാർത്ഥങ്ങൾ. അതെടുത്തു വെച്ചിട്ട് അതിനാപ്റ്റായത് ഇവിടെ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയണം. തീർച്ചയായിട്ടും അത് കഴിയാതെ പോകുമ്പോൾ ജ്യോതിഷികൾക്കും പിഴവ് പറ്റും. പിന്നെ അത് അവരുടെ കർമ്മഭാരമാണ്, അതിൻ്റെ വഴിക്ക് പോകും. വ്യാഴം മോശപ്പെട്ട് കഴിഞ്ഞാൽ ഈശ്വരീയമായ കാര്യങ്ങളും ഗുണമാകാതെ പോകുമല്ലോ. അതെ, തീർച്ചയായിട്ടും ശ്രീകാന്ത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ വ്യാഴം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തരുന്നൊരു ഗ്രഹം തന്നെയാണ്. അതിപ്പോൾ ഈവൻ ദൈവജ്ഞനാണെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും വ്യാഴബലമില്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിഴച്ചു പോകാം. നാക്ക് പിഴയ്ക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ മുൻ ജന്മങ്ങളിൽ ഉണ്ടാകുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ബാധാദോഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഏത് തരം ഗന്ധർവനാണെങ്കിലും ഏത് തരം ബാധാദോഷങ്ങളാണെങ്കിലും വരുന്ന സമയങ്ങളിൽ ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ ജന്മങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകും. ഉറപ്പായിട്ടുണ്ടാകും. ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് കോൺഷ്യസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. സബ് കോൺഷ്യസ് ശരിക്കും 2 to 3% എന്നാണ് പഠനം പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും എൻലൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് മാക്സിമം ബിലോ 20% എന്നാണ് പറയുന്നത്. സോ ഈ കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പഴയ ജന്മങ്ങളെ നമുക്ക് PLR വഴി നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പ്രോഗ്രാം അല്ലേ? സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകുന്ന സമയത്ത് ട്രോമ വരാനുള്ള ചാൻസസ് ആർ വെരി ഹയർ. ഒത്തിരി കൂടുതൽ. അപ്പോൾ നല്ലൊരു ക്ലിനിക്കൽ തെറാപ്പിസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ദൈവജ്ഞനുമായിട്ടോ ഇത് കണ്ടറിഞ്ഞതിന് ശേഷം പഴയ ജന്മത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ ജന്മത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ താങ്കൾ പറഞ്ഞ പ്രിക്കോഷൻസ് വളരെ ആപ്റ്റാണ്. തീർച്ചയായും. അതിന് പുറമെ ഓരോ പെർസ്പെക്റ്റീവും ഉണ്ട് ഓരോ ജ്യോതിഷന്മാർക്ക്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും പൂർണ്ണമായിട്ടും ഇതിനെ മാറ്റിക്കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മാറിപ്പോകും. ആ കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കും. ഈ പറയുന്ന ഒരുപാട് പാരൻസ് ഇന്ന് ഇതിനു വേണ്ടി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. അതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, വിധി ബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി ഇവരിറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും. ഈ പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അച്ഛനും അമ്മയും അല്ല ഗന്ധർവബാധ തീർക്കേണ്ടത്. ശരി. അത് അനുഭവിക്കേണ്ടത് മാറ്റേണ്ടതും ആ കുട്ടിയായിരിക്കും, ആ പെൺകുട്ടിയായിരിക്കും. അവർക്ക് ഇതേ തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ജീവിതം തകർന്നു കഴിയുമ്പോഴാണ്. അന്നേരം ഒരാളെ കണ്ടു, രണ്ടാമത്തെ ആളെ കണ്ടു, ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരും ഓരോ ഫലങ്ങൾ പറയും. അതിൻ്റെ പുറകിന് അവർ ഓടിയിട്ട് ലാസ്റ്റിൽ അവരെന്ത് ചെയ്യും? താത്തു വെക്കും. ശരി. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അനുഭവിക്കുക എന്നൊരു കടം
ഇവിടെയുണ്ട്. യഥാവിധി പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ അനുഭവം അവിടെയും ഉണ്ടാവും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഭർത്താവിനോടൊപ്പം ഇരിക്കേണ്ടത് വരെ ഒരു പക്ഷെങ്കിൽ കുറച്ച് കാലയളവ് ഭർത്താവ് വിദേശ രാജ്യത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവികമായിട്ടും മാറ്റം വരും. താങ്കൾ പറഞ്ഞ പോലെ ഈ അനുഭവ യോഗം വരിക എന്ന് പറയുന്നത് ഒരു ജാതകൻ അല്ലെങ്കിൽ ഒരു സാധകൻ ജപവിധാനങ്ങളിൽ കൂടെ പൂർണ്ണമായിട്ടും മുഴുകിക്കഴിഞ്ഞാൽ മാറാവുന്നതേ ഈ കാലത്തുള്ളൂ എന്നുള്ളതാണ് പല ഗുരുവര്യന്മാരും പറയുന്നത്. സോ ഈ പറയുന്ന ദൈവജ്ഞൻ ഉൾപ്പെടെ നല്ലൊരു ഉപാസനയുള്ള ആളാകട്ടെ, പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതായത് ഈ ഡയഗ്നോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. തീർച്ചയായിട്ടും ഒരു 10 എടുത്ത് പോകുമ്പോൾ ഒരാളായിരിക്കും പ്രോപ്പറായിട്ട് അത് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കഴിവർക്ക് ഉണ്ടാകട്ടെ. സാധാരണ രീതിയിൽ എല്ലാവർക്കും ജപം മൂലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.